സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ജോൺസൺ വീട്ടിൽ പോയിട്ട് 15 വർഷമായി. കാലം എത്ര വേഗമാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 14 കൊല്ലവും നമ്മൾ ജോൺസനെ നിരന്തരം ഓർമ്മിക്കുകയും ജോൺസനെ പറ്റി സംസാരിക്കുകയും ചെയ്യാറുണ്ട്. കഴിയാവുന്നിടത്തോളം ഇത്തരം അനുസ്മരണങ്ങൾ, ജോൺസന്റെ അനുസ്മരണങ്ങൾ ഒഴിവാക്കാനാവാത്തതുകൊണ്ട് പലപ്പോഴും ഞാൻ വരാറുണ്ട്. സാധാരണ ഞാൻ പറയാറുള്ളത്, ഏറ്റവും കൂടുതൽ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ അനുസ്മരണത്തിൽ പങ്കെടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അത് ജോൺസനായാലും ലോഹിദാസ് ആയാലും ഇപ്പോൾ ശ്രീനിവാസനായാലും ഒന്നിച്ചിട്ടായിരുന്ന ആളുകളിൽ നിന്ന് ഒരാൾ വേർപെട്ട് പോയി കഴിഞ്ഞിട്ട് അയാളെപ്പറ്റി ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും ഔപചാരികതയുടെ പേരിൽ പലപ്പോഴും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കാറുള്ളത്, ജോൺസനെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോൺസനെ പറ്റി ഓർക്കുമ്പോൾ ജോൺസന്റെ തമാശകളും ജോൺസണായിട്ട് നല്ല ഓർമ്മകളും മനസ്സിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ജോൺസൺ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ രാജീവിനോടും അജയനോടും പറയാറുണ്ട്, പോയി കഴിഞ്ഞതിന് ശേഷമാണ് ജോൺസന്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഉള്ള സമയത്ത് ജോൺസന് തന്നെ അറിയില്ല ജോൺസൺ അത്രയും നല്ല ഗാനങ്ങൾ സംവിധാനം ചെയ്ത പ്രൊഡ്യൂസറായിട്ട് കേരളം മുഴുവൻ ഏറ്റുപാടും അല്ലെങ്കിൽ കേരളം മുഴുവൻ അംഗീകരിക്കുന്നുള്ള ജോൺസൺ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ജോൺസന്റെ ചിന്തകൾക്കും അപ്പുറത്താണ് ഇന്ന് ജോൺസനുള്ള വിവരം. 28 സിനിമകളാണ് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തത്. 28 സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച്, ഓരോ സിനിമയുടെയും കമ്പോസിങ് സമയം, റെക്കോർഡിങ് സമയം, അതിൻ്റെ റീ റെക്കോർഡിങ് സമയം. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ആൽബം മറിച്ച് വയ്ക്കുമ്പോൾ വരവേൽപ്പ് എന്നുള്ള സിനിമയുടെ റെക്കോർഡിങ്ങിൻ്റെ സ്റ്റില്ല് കൈതപ്പുറം ഞാനും നിൽക്കുന്നു, ജോൺസൺ ഹാർമോണിയത്തിൽ പാട്ട് പാടുന്നു, മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 കുഞ്ഞു കുട്ടികൾ, എൻ്റെ ഭാര്യയുണ്ട്, 3 കുഞ്ഞു കുട്ടികൾ എൻ്റെ അടുത്തേക്കാണ്. ആ 3 കുഞ്ഞു കുട്ടിയിൽ 2 പേരും ഡയറക്ടേഴ്സായി, അഖിൽ സത്യനും മനോജ് സത്യനുമാണ്. പക്ഷെ അവരിങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് ജോൺസനെ നോക്കിയിരിക്കുന്ന ഫോട്ടോ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ജോൺസൺ എന്ന് പറയുന്നത്, ജോൺസൺ സംഗീതം ചെയ്യുമ്പോൾ അതൊരു ജോലിയായിട്ട് ജോൺസൺ എടുക്കാറുണ്ടെന്ന് നമുക്ക് തോന്നാറില്ല. അത് കുറേ തമാശകളുടെ കൂടെ എന്നെ മാഷെന്ന് വിളിക്കും. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരെണ്ണായാലോ, അങ്ങനെ ഒരെണ്ണം. അത് അത്ഭുതകരമായ സംഗീതമായി മാറുന്നത് പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപൂർവം ചില സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് ജോൺസൺ എപ്പോഴും മുൻകൂട്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പോഴൊക്കെ പലരും നേരത്തെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പ്ലാൻ ചെയ്ത് BGM എല്ലാം സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ജോൺസൺ അങ്ങനെയില്ല. ഒരു ട്യൂണിട്ട് ആ പാട്ട് എഴുതി കഴിഞ്ഞാൽ, പാട്ട് പാടിക്കഴിഞ്ഞാൽ രാവിലെ തിയേറ്ററിൽ വന്ന് ഫുൾ ഓർക്കസ്ട്രയുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത്രയും ഞെട്ടിപ്പിക്കുന്ന ജോൺസന്റെ ഒരു ഫ്ലൂട്ട് കേട്ടാൽ അല്ലെങ്കിൽ ഒരു വയലിൻ കേട്ടാൽ നമുക്കറിയാതെ ജോൺസന്റെയാണ്. അങ്ങനെയുള്ള സംഗീതം സൃഷ്ടിച്ചത് മുഴുവൻ ഓർഗാനിക്കായിട്ടാണ്. അവിടെ അത്രയും ഓർക്കസ്ട്രയുടെ മുമ്പിൽ നിന്ന് ചാക്കയാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ചാക്കയൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും ഒന്നിച്ച് വട്ടിട്ടിരുന്ന് പുള്ളിയുടെ ഈ നോട്ട്സ് കൊടുക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ കൊണ്ടുപോയിട്ടപ്പോൾ ജോൺസന് പുതിയ തലമുറയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഗായകർ ചിത്രയും വേണുഗോപാലാണ്. എൻ്റെ അടുത്ത് പറയാറുണ്ട്, പഠിപ്പിച്ചു കൊടുത്താൽ അതിലൊരു 1 വ്യത്യാസമില്ലാതെ ഈ 2 പേരും പാടുന്ന പറയും. ജോൺസൺ വേണുഗോപാലായാലും ചിത്രയായാലും ഒരു 1 വ്യത്യാസമില്ലാതെ, അതെന്ത് ഭാഷ എന്നിരിക്കാറില്ല, ഒരു 1 വ്യത്യാസമില്ലാതെ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ നേരെ 2 പേരും പാടുന്നത്. അതുകൊണ്ട് തന്നെ വേണുഗോപാലിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേണുഗോപാലിൻ്റെ ശബ്ദം ഇഷ്ടമാണ്. വേണുഗോപാലൻ എൻ്റെ മിക്ക പാട്ടുകളും സൂപ്പർ ഹിറ്റായുള്ള പല പാട്ടുകളും പാടിയത് വേണുഗോപാലാണ്. കളിക്കളത്തിൽ പൂത്താലം എന്നൊരു പാട്ട്, അത് ഫീമെയിൽ വോയിസാണ്, പടത്തിലും ഫീമെയിൽ വോയിസാണ്, ശോഭന പാടുന്നത് മമ്മൂട്ടിയുടെ. അപ്പോൾ ഞാനത് ഒരു മെയിൽ വോയിസ് കൂടെ എടുത്തിട്ട് വേണുഗോപാലൻ പാടി വെച്ചു. ആ പാട്ട് കേട്ടിട്ട് മമ്മൂട്ടി 2-3 ദിവസങ്ങൾ എൻ്റെ